കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അറിഞ്ഞ വാർത്തയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇന്നലെ വൈകുന്നേരം മുതൽ പരക്കെ പറഞ്ഞു വിനോദ് പെട്ടി എടുത്തിട്ട് പോയി എന്ന്. എന്നാൽ ആ സമയത്ത് എല്ലാവരും അത് ചുമ്മാ പറയായിരിക്കും, വിനോദ് പോവില്ല. കാരണം വിനോദിനാണ് കപ്പെടുക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ വിനോദ് എങ്ങനെ പോകും? ഇല്ല ഇല്ല, ബിഗ് ബോസ് തടയുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും, വിനോദ് പോവില്ല എന്ന് വിനോദിന് ഇഷ്ടപ്പെടുന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ സത്യം നമ്മൾ അറിഞ്ഞു, നമ്മൾ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിനോദ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി, കിട്ടിയ പൈസ കൊണ്ട് പോയെന്ന്. അല്പസമയം മുമ്പാണ് അത് ലൈവിൽ കഴിഞ്ഞത്. വിനോദ് ആ പെട്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് വേണ്ട 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 എന്ന്. പക്ഷെ ആ സമയത്ത് വിനോദ് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ, എനിക്ക് ഈ പൈസ കോടി പോലെയെന്ന്. പാവം അല്ലേ, 50 ലക്ഷം കിട്ടേണ്ട മനുഷ്യനാണ് ഇപ്പോൾ 18 ലക്ഷം കൊണ്ട് പോകുന്നത്. ശരി, സത്യം പറഞ്ഞാൽ വിനോദ് എടുത്ത ഏറ്റവും മോശം തീരുമാനമാണത്. ആളെ സംബന്ധിച്ച് ആളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പുറത്തു പോയി. അതിൻ്റെ ഒരു സങ്കടമൊക്കെ ആൾക്കുണ്ട്. എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ 3-4 ദിവസം മാത്രമേ ഉള്ളൂ. ആ 4 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനോദ് നിങ്ങൾ കോടീശ്വരനാണ്, നിങ്ങൾ ലക്ഷപ്രഭു ആണ്. ഇപ്പോൾ 100 ദിവസം നിന്ന എമൗണ്ട് കൂടാതെ 50 ലക്ഷം കൂടി കിട്ടാൻ പോവാണ്. വലിയൊരു എമൗണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. വിനോദ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കൊച്ചിനും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനിവിടെ വരുന്നതും എനിക്ക് പണമാണ് വേണ്ടത് എന്നൊക്കെ. എല്ലാവർക്കും പണമാണ് വേണ്ടത്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗംഭീരമായിട്ട് കളിച്ചു. പ്രേക്ഷകരുടെ ഇഷ്ടം നിങ്ങൾ വാങ്ങി. പ്രേക്ഷകർ നിങ്ങൾക്ക് തരുന്ന സ്നേഹം അത് വലിയൊരു എമൗണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പോവുമായിരുന്നു. ആ സമയത്താണ് നിങ്ങളിങ്ങനെ ഒരു അബദ്ധം കാണിച്ചത്. പോകുന്നതിന് മുമ്പായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സൂപ്പറായിട്ട് കളിച്ചു എന്ന്. ഇതിൻ്റെ ഇടയിൽ ചിലവർ വിനോദിനെ മാനസികമായിട്ട് തകർക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് എക്സ് കണ്ടസ്റ്റൻസ്, അതായത് പുറത്തായി പോയി വന്ന കുറേ ചെറ്റകളുടെ കളിയുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിനോദ് നിങ്ങൾ നന്നായി കളിച്ചു, ഐ ലവ് യു എന്ന്. നമ്മുടെ ബിഗ് ബോസ് പോലെ അല്ല കേട്ടോ, ഈ തമിഴിലെ ബിഗ് ബോസ് കുറച്ച് സോഫ്റ്റാണ്. എന്താല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു കണ്ടസ്റ്റൻറ്റ് പെട്ടിയുമായിട്ട് പോയി എന്ന്. പിന്നെ ഒരു സമാധാനം, ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, 10-18 ലക്ഷം എടുത്തിട്ടല്ലേ പോയത്, സാരമില്ല പോട്ടെ. വിനോദ് തന്നെ പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചത് കോടിയുടെ വാല്യൂ ഉണ്ടെന്ന്, എൻ്റെ കൊച്ചിനും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് എനിക്കിത് മതി അവരെ നല്ലോണം നോക്കാനായിട്ടെന്ന്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. 1 രൂപക്ക് പോലും വാല്യൂ കൊടുക്കുന്ന വിനോദ് ഒരു പക്ഷേ ഈ ഒരു തീരുമാനം എടുത്തതിൽ നമുക്ക് വിനോദിനെ കുറ്റം പറയാൻ പറ്റൂല അല്ലേ. പാവം, ആ പൈസ കണ്ടപ്പോൾ വിചാരിച്ചാണോ ഇനിയൊന്നും കിട്ടിയില്ലെങ്കിലോ ഈ പൈസ ഇല്ലാണ്ടായി പോകും, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയും കൊച്ചിനെ നല്ലോണം നോക്കാൻ പറ്റും. വിന്നർ ആവുന്ന ആൾക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലായിരിക്കും പാവം. അതുകൊണ്ടായിരിക്കും അവിടെ വന്ന പലരും വിനോദിനോട് പറഞ്ഞിട്ടുണ്ടായി എടുക്കരുത് എന്നൊക്കെ. പക്ഷേ ആള് എടുത്തു. കിട്ടിയ പൈസയും കൊണ്ട് പോയി 18,18,500 രൂപ അങ്ങനെ എന്തോ എമൗണ്ടാന്ന് തോന്നുന്നു. എന്തായാലും 18 ലക്ഷം എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടാക്സ് 17 ലക്ഷത്തിന് മുകളിലല്ല, അപ്പോൾ എന്തായാലും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ടാക്സും കൂടിയും കൊടുത്ത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. പക്ഷേ വിനോദ് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂടിയിട്ടാണല്ലോ പറയുന്നത്, എനിക്കിത് മതി, എൻ്റെ കുടുംബത്തെ നോക്കാൻ എനിക്കിത് കോടികളുടെ വാല്യൂ ഉണ്ട് എന്ന് വിനോദ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാൽ തമിഴ് ബിഗ് ബോസ് കാണുന്നവർക്ക് നിരാശപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത്. ലൈവിൽ അത് കഴിഞ്ഞു. வினோத் யார் என்ன சொன்னாலும் well played. love you too வினோத். இந்த லட்சங்கள் கோடிகளா மாறும் நாள். മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ ആൾ ആ പൈസ എടുത്തിട്ട് പോയത്. പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ആൾക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുകൂടി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു മനസ്സിലുള്ളൊരു ധാരണയായിരിക്കും ഒരു പക്ഷേ ആ പൈസ എടുത്തിട്ട് പോകാനായിട്ട് വിനോദിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിജയസാധ്യത ഇത്രയും ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ് പെട്ടി എടുത്തിട്ട് പോയിരിക്കുകയാണ്. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ആൾക്ക് ഷോക്കാവും, മിക്കവാറും ഷോക്കാവും. ദൈവമേ, കപ്പ് ഇതെടുത്തിട്ട് പോകണ്ടായിരുന്നു, കപ്പ് പൊക്കണ്ട ഞാനാണ്. കപ്പ് കൊണ്ട് പോകണതും പെട്ടി കൊണ്ട് പോകണതും രണ്ടും രണ്ടാണ്. പൈസ കിട്ടും, മറ്റേത് കപ്പും കിട്ടും പൈസയും കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഒന്നുമില്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ പുള്ളിക്ക് ആ സമയത്ത് തോന്നിയൊരു തീരുമാനമായിരിക്കും.
എക്സ് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, പുറത്തായി പോയവർ വീണ്ടും വീടിനകത്തേക്ക് കയറിയല്ലോ, അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വിന്നർ ആകുമെന്ന് കരുതിയിരിക്കുന്നവർ പെട്ടെന്ന് വിന്നർ സ്ഥാനത്തേക്ക് മാറി മറ്റൊരാളേക്ക് വിന്നർ ആവുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മലയാളത്തിൽ അത്ര തന്നെയായിരുന്നു, മലയാളം കണ്ടുപോയിട്ടാന്ന് പറഞ്ഞു ഇവർ അതേപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴിലും ചെയ്യുന്നത്. വീണ്ടും കളിക്കുന്നു, ആ കളിയിൽ ഒരുപക്ഷെ വിന്നറുടെ മനസ്സ് വിന്നർ ബാക്കോട്ട് പോയേക്കാം. അപ്പോൾ അനീഷിനായിരുന്നു നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉണ്ടായിരുന്നത്. ഒരു കണ്ടസ്റ്റൻസ്, അതായത് എക്സ് കണ്ടസ്റ്റൻസ് കയറി കഴിഞ്ഞിട്ടാണ് ആ വിജയ സാധ്യതയൊക്കെ വേറൊരാൾക്ക് നമ്മുടെ അനുമോൾക്ക് കിട്ടിയത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ തമിഴിൽ നടന്നിരിക്കുന്നത്. വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ള വിനോദ് ഇപ്പോൾ പെട്ടിയെടുത്തിട്ട് പോയി. അപ്പോൾ വിനോദ് പോയി, ഇനിയിപ്പോൾ ആരാണ്? ദിവ്യ അല്ലേ, അല്ലെങ്കിൽ ആരോരയോ, അല്ലെങ്കിൽ വിക്രമോ, അതും അല്ലെങ്കിൽ പിന്നെ ആരാ? ശബരിയോ? ഇവരിൽ ആരായിരിക്കും കപ്പടിക്കുക? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ആരാ കപ്പ് ഉയർത്താനാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിനോദ് പോയ സ്ഥിതിക്ക് ദിവ്യ ആയിരിക്കും കപ്പടിക്കാനുള്ള സാധ്യത ഏറെക്കുറെ കാണുന്നത്. എന്തായാലും അത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കാത്തിരുന്നതിന് കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.